കള്ളിയങ്കാട്ട് നീലി. കള്ളിയങ്കാട്ട് നീലി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്ന ഒരു ചിത്രം ഒരു രക്തയക്ഷിയുടെ ചിത്രമാണ്, രക്തരക്ഷത്തിൻ്റെ ഒരു ചിത്രമാണ്. കാട്ടുപാതയിൽ വിജനമായ രാത്രികളിൽ ഏകാന്ത പതിരെ കാത്തു നിന്നുകൊണ്ട് സുന്ദരിയായ ഒരു യക്ഷിയായിട്ട് വശീകരിച്ച് രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു രക്തയക്ഷിയായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ കള്ളിയങ്കാട്ട് നീലി ഉള്ളത്. എന്നാൽ ഈ കള്ളിയങ്കാട്ട് നീലി അങ്ങനെ ഒരു രക്തയക്ഷിയാകാനുള്ള ഒരു കാരണമുണ്ട്. ഏത് കുറ്റവാളിക്കും ഏത് കൊലപാതകയ്ക്കും അതിൻ്റെ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞ പോലെ കള്ളിയങ്കാട്ട് നീലിയും അങ്ങനെ ഒരു രക്തയക്ഷിയാകായി തീരാനുള്ളൊരു കാരണമുണ്ടായി. ആ കാരണത്തിൻ്റെ കഥയാണ് ഈ നീലി എന്ന പുസ്തകത്തിലുള്ളത്. ഈ കഥ ഞാൻ എടുക്കുന്നത് നീലികഥ എന്ന ഒരു തമിഴ് വില്ലടിച്ചാമ്പാട്ടിൽ നിന്നാണ്. ആ തമിഴ് വില്ലടിച്ചാമ്പാട്ടിൽ പറയുന്നത് പണ്ട് തെക്കൻ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ വില്ലടിച്ചാമ്പാട്ടുണ്ടായിരുന്നു. ആ വില്ലടിച്ചാമ്പാട്ടിൽ നീലിയമ്മയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു കഥയാണത്. അപ്പോൾ അതിനുവേണ്ടി പാടിയിരുന്ന ആ വില്ലടിച്ചാമ്പാട്ടുകാർ പാടിയിരുന്ന സ്റ്റോറിയാണിത്. ഇത് നടന്ന സംഭവമായിട്ടാണ് അവരത് പറയുന്നത്. ഇതിൽ ഒരു നിഷ്കളങ്കയായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ പ്രണയത്തിൻ്റെയും പിന്നെ അവൾ ചതിക്കപ്പെടുന്നതിൻ്റെയും വഞ്ചിക്കപ്പെടുന്നതിൻ്റെയും പിന്നെ അതിക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെയും കഥയാണ് ഈ നീലികഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഇസ് എ റിയൽ സ്റ്റോറി, ദ റിവെഞ്ച് ഓഫ് എ ഡിസീവ്ഡ് വുമൺ.